ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2026 വേൾഡ് കപ്പിലേക്കുള്ള 26 അംഗ അന്തിമ സ്ക്വാഡിനെ ബ്രസീൽ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചു. സൂപ്പർ താരങ്ങളായ നെയ്മർ ജൂനിയർ എല്ലാം വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട്. ആരാധകർ കാത്തിരുന്നതും നെയ്മർ വേൾഡ് കപ്പിനുണ്ടാകുമോ എന്നതായിരുന്നു. ഒടുവിൽ മുന്നേറ്റ നിരക്കാരുടെ ലിസ്റ്റ് വായിച്ച കാർലോ മാത്യാസ് കുഞ്ഞയ്ക്കു ശേഷം സാന്റോസിനായി കളിക്കുന്ന നെയ്മറുടെ പേര് കൂടി ഉച്ചരിച്ചപ്പോൾ ഫുട്ബോൾ ലോകത്തിന് സന്തോഷിക്കാനുള്ള വകയുള്ളതായിരുന്നു അത്. കാരണം അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ വരെ ആർപ്പ് വിളിക്കുകയുണ്ടായി. ഇങ്ങ് കേരളത്തിലും അതിൻ്റെ ആഘോഷങ്ങൾ കണ്ടു. 2026 വേൾഡ് കപ്പിലേക്ക് എത്തുന്ന ബ്രസീലും നെയ്മറുടെ തോളിലേറി തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നെയ്മർ തന്നെയായിരിക്കും കപ്പിത്താൻ. ഇങ്ങനെയാണ് ആരാധകരും ഫുട്ബോൾ ലോകവും വിശ്വസിക്കുന്നത്. 2026 വേൾഡ് കപ്പിലേക്കുള്ള അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ബ്രസീൽ ഇറങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള ഫസ്റ്റ് 11 എങ്ങനെയാണ് നമുക്ക് പരിശോധിക്കാം. പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ASന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് നമ്മൾ ബ്രസീലിൻ്റെ ഫസ്റ്റ് 11 നോക്കാൻ പോകുന്നത്. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയുടെ ഫസ്റ്റ് ചോയ്സ് അത് അലിസൺ ബക്കർ ആയിരിക്കും. സെക്കൻഡ് ഓപ്ഷൻ ആണ് എഡേഴ്സൺ, തേർഡ് ഓപ്ഷൻ എവേർട്ടൺ. ഇനി നമുക്ക് സെൻറ്റർ ബാക്ക് പൊസിഷൻ നോക്കാം. ഒരു സെൻറ്റർ ബാക്കിൽ ഗബ്രിയേൽ ആയിരിക്കും, മറ്റൊരു സെൻറ്റർ ബാക്കിൽ മാർക്കിന്യോസ്, വലതു വിങ്ങിൽ ഡാനിലോ, ഇടതു വിങ്ങിൽ അലക്സാൻഡ്രോ. ഇബാൻസും ബ്രമറുമെല്ലാം സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കാർലോ ആഞ്ചലോട്ടിക്ക്. ഇനി ആരാധകർ ഉറ്റുനോക്കുന്നത് ബ്രസീലിൻ്റെ മധ്യനിരയാണ്. മധ്യനിരയിൽ ഡിഫൻസും സെൻറ്ററും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഗിമറസും കസമീറോയും സെൻട്രൽ മിഡ്ഫീൽഡർമാരായി ഉണ്ടാകും. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ താങ്കളുടെ സുൽത്താൻ നെയ്മർ ജൂനിയർ ആയിരിക്കും ഉണ്ടാവുക. നെയ്മർക്ക് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ റോളിലായിരിക്കും പക്യോറ്റ കളത്തിലിറങ്ങുക. ഫസ്റ്റ് ചോയ്സ് ആഞ്ചലോട്ടിക്ക് നെയ്മർ തന്നെയാകുമെന്നാണ് ASന്റെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ മിഡ്ഫീൽഡർമാരായി കളിക്കുന്ന കസമീറോയും ഗിമിറസിനും പകരക്കാരായിക്കൊണ്ട് ഫാബിനിയോയും ഡാനിലോയും ആയിരിക്കും സെക്കൻഡ് ഓപ്ഷൻ. ഇനി നമുക്ക് മുന്നേറ്റ നിര പരിശോധിക്കാം. റൈറ്റ് വിങ്ങിലെ ഫസ്റ്റ് ഓപ്ഷൻ അത് റാഫീന തന്നെയാണ്. മിന്നും ഫോമിലാണ് റാഫീന കളിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആർസണലിലെ മാർട്ടിനെലിയും ഒരു സെക്കൻഡ് ഓപ്ഷനായി അവശേഷിക്കുന്നുണ്ട്. ലൂയിസ് ഹെൻറിക്കയും ആ പൊസിഷൻ തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക. എങ്കിലും ഫസ്റ്റ് റാഫീനിയോക്ക് തന്നെയായിരിക്കും നൽകുക. ഇടതു വിങ്ങിൽ അത് ആഞ്ചലോട്ടിയുടെ പ്രിയതാരം വിനി ജൂനിയർ തന്നെയായിരിക്കും. സെക്കൻഡ് ഓപ്ഷനാണ് റയാൻ. വിനി തന്നെയായിരിക്കും സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇനി സെൻട്രൽ ഫോർവേഡായി കാർലോ ആഞ്ചലോട്ടി ഏറ്റവും കൂടുതൽ പരിഗണന നൽകുക മാത്യാസ് കുഞ്ഞയ്ക്കായിരിക്കും. നിലവിൽ ക്ലബ്ബ് തലത്തിലും കുഞ്ഞ മിന്നും ഫോമിലാണ്. സെക്കൻഡ് ഓപ്ഷൻ എൻട്രിക്കും തേർഡ് ഓപ്ഷൻ ആയിരിക്കും ഇഗർ തിയാഗോ. ഒന്നുകൂടി നമുക്ക് പൊസിഷൻ നോക്കാം. 4-3-3 എന്ന പൊസിഷനിലായിരിക്കും ബ്രസീൽ കളിക്കാൻ ഇറങ്ങുക. ഗോൾ കീപ്പറായി അലിസൺ, പ്രതിരോധത്തിൽ അലക്സാൻഡ്രോ, ഗബ്രിയേൽ, മാർക്കിന്യോസ്, ഡാനിലോ. മധ്യനിരയിൽ ഗ്യുമറസ്, കസമീറോ, നെയ്മർ ജൂനിയർ. മുന്നേറ്റ നിരയിൽ റാഫീന്യ, മാത്യാസ് കുഞ്ഞ, വിനീഷ്യസ് ജൂനിയർ. കാർലോ ആഞ്ചലോട്ടിയുടെ കണക്കുകൂട്ടലുകളിൽ ഇവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രമുഖ മാധ്യമമായ ASന്റെ റിപ്പോർട്ടും അങ്ങനെ തന്നെയാണ്. ഇത്തവണ ബ്രസീൽ വേൾഡ് കപ്പ് സ്വന്തമാക്കുമോ? എത്ര വരെ മുന്നേറും? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി നമ്മുടെ സ്പോർട്സ് എന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.